നമസ്തേ. ജീവിതത്തിൻ്റെ ചില പ്രത്യേക ഘട്ടങ്ങളിലെത്തുന്ന സമയത്ത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നൊന്നും ഉറപ്പില്ല. പക്ഷേ വേണമെന്ന് തോന്നുന്നില്ലെങ്കിലും ഒരു ശക്തി നമ്മളെ മുന്നോട്ട് നയിക്കുകയാണ്. ചില തീരുമാനങ്ങൾ നമുക്ക് അജ്ഞാതമായിട്ടുള്ള ധൈര്യം നൽകുന്നു. നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് തന്നെയാണ് നമുക്ക് ഈ ധൈര്യം നൽകുന്നത്. നമ്മൾ പലപ്പോഴും റിയൽ സെൽഫിനെയും ഐഡിയൽ സെൽഫിനെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള യഥാർത്ഥത്തിലുള്ള അവസ്ഥയും അതുപോലെ തന്നെ നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്നതായിട്ടുള്ള അവസ്ഥയും അതുപോലെ തന്നെ നമുക്കൊരു പ്രസൻറ്റ് സെൽഫുണ്ട്, നമുക്കൊരു ഫ്യൂച്ചർ സെൽഫുണ്ട്. ഞാൻ മുൻപ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരിക്കലും പാസ്റ്റിലല്ല ജീവിക്കുന്നത്, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആൻസൈറ്റിയുമില്ല, നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുന്നു. പക്ഷേ നമുക്ക് ഭാവിയിലേക്ക് ഉള്ളതായിട്ടുള്ള ഒപ്റ്റിമിസം അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ വിഷസ് അല്ലെങ്കിൽ ആഗ്രഹങ്ങളുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള ചാലക ശക്തിയായിട്ട് ഇതൊക്കെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ എവിടെയാണ് ആയിരിക്കുന്നത്? കളക്റ്റീവ്ലി ഇതിനെയൊക്കെ നമ്മളൊന്ന് പേഴ്സോണിഫൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഐഡിയൽ സെൽഫിനെ പോലെ ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കിതിനെ ഫ്യൂച്ചർ സെൽഫ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതെ, നമുക്ക് എല്ലാവർക്കും ഒരു ഫ്യൂച്ചർ സെൽഫുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു പാസ്റ്റ് സെൽഫും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രസന്റ് സെൽഫിൽ നമ്മൾ നിന്ന് പുറകോട്ട് നോക്കുമ്പോൾ പണ്ടൊരു ഞാനുണ്ടായിരുന്നു. നാളെ എത്തിച്ചേരണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഞാൻ ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഫ്യൂച്ചർ സെൽഫ് നൽകുന്നതായിട്ടുള്ള ധൈര്യത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നില്ലാത്ത അല്ലെങ്കിൽ അജ്ഞാതമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് ധൈര്യം ലഭിക്കുന്നത് പോലെ തോന്നുന്നു. ബിക്കോസ് നമ്മുടെ ആത്മാവിന് ഫ്യൂച്ചറിൽ എന്താണ്, നമ്മൾ ഇന്നിങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളത് അറിയാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ആത്മാവിൻ്റെ ആ ഒരു ഹിതം അനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ശരിവെക്കുന്ന അവസ്ഥകളിലേക്കുള്ള അത്തരത്തിലുള്ള രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കുന്നത്. ചില വഴികൾ നമുക്ക് അസാധാരണമായിട്ട് ശരിയായതുപോലെ തോന്നും. പ്രത്യേകിച്ച് പ്ലാനിങ് ഇല്ല, പ്രത്യേകിച്ച് ലോജിക് ഇല്ല. പക്ഷേ ഇതാണ് വഴി എന്നുള്ള ഉറപ്പ്. ദാറ്റ്സ് അലൈൻമെന്റ് വിത്ത് ദ വേർഷൻ യു ആർ ബിക്കമിങ്. നമ്മൾ എത്തിച്ചേരാൻ പോകുന്നതായിട്ടുള്ള വേർഷനുമായിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ താതാത്മ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അലൈൻ ചെയ്യുകയാണ് നമ്മളെ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള അന്തരം ഇല്ലാണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ പ്രസന്റ് സെൽഫും ഫ്യൂച്ചർ സെൽഫും തമ്മിലുള്ള അന്തരം ഇല്ലാണ്ടാകുകയാണ്. അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് നമ്മളിലേക്ക് അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ സ്വപ്നങ്ങളെ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു രീതിയിൽ നമ്മൾ മുൻപ് പറഞ്ഞതായിട്ടുള്ള എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾക്കുണ്ട് എന്നുള്ള അവബോധം. അപ്പം നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഭാവിയിൽ ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, എനിക്ക് ലഭിച്ചു എന്നുള്ള അവബോധവുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. അപ്പോൾ ആ അവബോധം നമുക്കുണ്ടാകുന്ന സമയത്ത് അതൊക്കെ നമുക്കുണ്ട് എന്നുള്ള അവസ്ഥ, ആ റിയാലിറ്റി ആയിട്ട്, ആ തോട്ട്സ്, ആ ആക്ഷൻസ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകത്തുകയായിട്ട് ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഭവിക്കുകയാണ്. സാധാരണഗതിയിൽ പല തീരുമാനങ്ങൾ ഇങ്ങനെ അനിശ്ചിതത്വത്തിന്റെ സമയത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലാനിങ് ഇല്ല, ലോജിക് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട വന്നു, നമ്മൾ ആ തീരുമാനം എടുത്തു. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് പോലും നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാമായിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് ഓൾറെഡി ലിവ്ഡ് ദാറ്റ്. നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് ഓൾറെഡി അവിടെ ജീവിച്ചു. അതിനറിയാം നമ്മൾ ഏതവസ്ഥയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ലക്ഷ്യബോധമില്ലാത്തതായിട്ടുള്ള അവസ്ഥകൾ. എനിക്ക് ഒരു ജോലി ലഭിച്ചു, അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് ഞാൻ പ്രവേശിച്ചു, ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എനിക്ക് അതിൽ ഒരു സമാധാനം കിട്ടുന്നില്ല, സന്തോഷം കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എന്നും ടെൻഷനും സ്ട്രെസ്, വറി, അതുപോലെ തന്നെ ആൻസൈറ്റിയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ സെൽഫുമായിട്ട് അലൈൻ ചെയ്തൊരു അവസ്ഥയിലല്ല ഉള്ളത് എന്നുള്ളതാണ്. നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ വളരെ പെട്ടെന്ന് മാറുകയാണ്. പക്ഷേ സാധാരണ രീതിയിൽ നമുക്ക് ലൈഫിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ നമുക്ക് പേടിയുണ്ടാവും. ബട്ട് ഹിയർ നമുക്ക് യാതൊരു വിധത്തിലുള്ള പേടികളും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിത്തൗട്ട് എനി ഫിയർ വി ആർ ഷിഫ്റ്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് ലൈഫ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇത് ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഡേജാവു ഫീലിംഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസസ് ഒക്കെ വരുന്നത് ഈ ഫ്യൂച്ചർ സെൽഫുമായിട്ട് അലൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണമാണെന്നാണ് ചിലർ വീക്ഷിക്കുന്നത്. ഇത് ശാസ്ത്രീയമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും നമുക്ക് ഫ്യൂച്ചറിലുള്ളതായിട്ടുള്ള ഒരു സംഗതി ഇപ്പോൾ ഭവിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മുൻപെപ്പോഴോ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നാൻ കാരണം ഫ്യൂച്ചറിലേക്ക് ഓൾറെഡി നമ്മുടെ ആത്മാവിന് ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു നോട്ടം കിട്ടിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഈ രീതിയിൽ നമുക്ക് സ്പിരിച്വലി ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കുന്നു. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നസ് ജസ്റ്റ് സ്ലിപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഫ്യൂച്ചറായിട്ടുള്ള അവസ്ഥയിലേക്ക്.
അതുപോലെ തന്നെ നമുക്ക് വളരെ വേഴ്സ്റ്റ് ആയിട്ടുള്ള മോശമായിട്ടുള്ള തീരുമാനങ്ങൾ, അത്തരത്തിലുള്ള ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് നമ്മൾ അത് എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ പിന്മാറുന്നതായിട്ടുള്ള അവസ്ഥകൾ, പിന്നീട് നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ വൻ പരാജയം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ അവസാന നിമിഷത്തിൽ നമ്മൾ ഒഴിവാക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോകരുത്, അതിൽ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് ടൈം ട്രാവലേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ്, ആത്മാവ്, അബോധ തലങ്ങളൊക്കെ തന്നെ ടൈം ട്രാവലിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരു അദൃശ്യമായിട്ടുള്ള കരം ഈ വേഴ്സ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്നെ പെട്ടെന്ന് സേവ് ചെയ്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ആ കരം മറ്റൊന്നുമല്ല, നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് തന്നെയാണ്. ഫ്യൂച്ചർ സെൽഫുമായിട്ട് നമ്മൾ അലൈൻ ചെയ്യുന്ന സമയത്ത്, നമുക്ക് ഉറങ്ങുന്ന സമയത്ത് സ്വപ്നങ്ങളിലൂടെ, ആ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ല, സന്ദേശങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിലൂടെ അൺഫോൾഡ് ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വപ്നങ്ങൾ കേവലം ഫാന്റസിക്ക് അപ്പുറത്തേക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഡ്രീമിൽ കിട്ടുന്ന ഡയറക്ഷൻസ് റിയൽ ലൈഫിൽ വർക്ക് ചെയ്യും. ചില സമയങ്ങളിൽ ഒരു അജ്ഞാത ശബ്ദം നമുക്ക് ഒരു വാചകത്തിലേക്ക് കലാശിക്കുകയാണ്. അതായത് ചിലപ്പോൾ മീനിങ്ലെസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലാത്തൊരു ശബ്ദം, അത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വാചകത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ ഉള്ളിൽ അതൊരു അറിവ് നൽകുകയാണ്, ഒരു വിസ്ഡം അല്ലെങ്കിൽ ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു നോളജ് നൽകുകയാണ്. ഉദാഹരണത്തിന്, ഇത് ചെയ്യൂ, ഇതൊന്ന് ചെയ്തു നോക്കൂ, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, ഇങ്ങനെ പോകാൻ പാടില്ല. ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത് ഇമാജിനേഷൻ അപ്പുറത്തേക്ക് നമ്മുടെ അഡ്വാൻസ്ഡ് ഫ്യൂച്ചർ സെൽഫാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇൻസെക്യൂരിറ്റീസ്, ട്രോമ, പെയിനുകൾ, ഭൂതകാലത്തുണ്ടായതായിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് ഹീലായതുപോലെയുള്ള ഫീലിംഗ് നമുക്കുണ്ടാകുകയാണ്. ഇതൊക്കെ സുഖപ്പെടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ പെട്ടെന്നുണ്ടാവുകയാണ്. റീസൺ എന്താണെന്ന് അറിയില്ല, പക്ഷെ ഹീലിംഗ് നടക്കുന്നുണ്ട്. കാരണം ഫ്യൂച്ചർ വേർഷൻ അതൊക്കെ ഹീൽ ചെയ്യപ്പെടാനുള്ള കാര്യങ്ങളാണ് എന്നുള്ള ആ ഒരു അവബോധം നമ്മൾക്ക് തരികയാണ് നമ്മളുടെ ഇപ്പോഴുള്ള സെൽഫുമായിട്ട് അടുത്തു വരുന്നതിനനുസരിച്ച്. ഫോറസ്റ്റുകൾ, ടെമ്പിളുകൾ, ചില വീഥികൾ, ചില സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ നമ്മൾ എത്തിച്ചേരുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുകയാണ്. ചില സമയത്ത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും, ഒരു കാരണവുമില്ലാതെ ഞാൻ എന്താണ് ഈ സ്ഥലത്തൂടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ആ സ്ഥലത്തൂടെ നമ്മൾ അന്നേരം നടക്കുന്ന സമയത്ത് വളരെ അനിശ്ചിതത്വമാണ്, പക്ഷേ പിന്നീട് അത് വളരെ പ്രാധാന്യമുള്ളതായിട്ടുള്ള കാര്യമായിട്ട്, സ്ഥലമായിട്ട് മാറും. കാരണം എന്താണ്? ഫ്യൂച്ചർ സെൽഫ് നമ്മളെ ഒരു ടൈം ലൈൻ ഗൈഡൻസിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. തീർച്ചയായിട്ടും ഞാനിത് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള പല അനുഭവങ്ങളെയും കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ചില സ്വപ്നങ്ങളിലൂടെ എനിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടുകയും അത് പ്രവർത്തിപ്പിച്ചപ്പോൾ വിജയകരമായിട്ട് മൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ പല സമയങ്ങളിൽ എന്തുകൊണ്ട് ഞാൻ ഈ സ്ഥലത്തുകൂടി ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ അലയേണ്ടി വരുന്നു എന്ന് ചിന്തിച്ച അതേ സ്ഥലത്ത് തന്നെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള അനുഭവം എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ വിഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് ടൈം അല്ലെങ്കിൽ റൈറ്റ് പ്ലേസ്, ശരിയായിട്ടുള്ള സമയം, ശരിയായിട്ടുള്ള സ്ഥലം, ശരിയായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ടുള്ള സമയത്ത് നമുക്ക് ലഭ്യമാകുന്നു. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വർദ്ധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് മുൻപൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ ആളുകൾ വലിയ അത്ഭുതമാണല്ലോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങളായിട്ട് നമുക്ക് തോന്നുകയില്ല എന്നുള്ളതാണ്. മിറക്കിൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. സിങ്ക്രോണിസിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ടൈം ലൂപ്പ് കറക്ഷൻ തന്നെയാണ് നമുക്കിതിലൂടെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. പിന്നീട് ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയായിട്ട് വരും, നിങ്ങൾ എന്നെ വിശ്വസിക്കൂ എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ബിക്കോസ് നിങ്ങൾ ഭാവിയിൽ നിന്ന് വന്നതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പല ഉപദേശങ്ങൾ സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പം ആളുകൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ചില ആളുകൾക്ക് മറ്റുള്ളവരോട് ഉറപ്പായിട്ടൊരു കാര്യം പറയാൻ ഭയമാണ്. പക്ഷേ എവിടെ നിന്നോ കിട്ടുന്നതായിട്ടുള്ള ഒരു ധൈര്യം അത് ശരിയായിട്ട് ഭവിക്കുകയും ചെയ്യുകയാണ് പിന്നീട്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ ഫ്യൂച്ചർ റെവലേഷൻ അല്ലെങ്കിൽ ഭാവിയിലെ പ്രവചനങ്ങൾ പോലെ മാറി വരികയാണ്. ജീവിതം എന്ന് പറയുന്നത് കൂടുതൽ വേഗത്തിലാകുന്നത് പോലെ തോന്നുന്നു. ഇങ്ങനെ തോന്നാൻ കാരണം നമ്മൾ തിരക്കായതുകൊണ്ടോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് വ്യഗ്രതയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടോ അല്ല. നമ്മൾ നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിധിയുമായിട്ട് അടുക്കുകയാണ്. ഐഡിയൽ സെൽഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ സെൽഫുമായിട്ട് നമ്മൾ അടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വേഗതയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. ടൈം കോൺട്രാക്ഷനിലൂടെ നമ്മൾ ടൈമുമായിട്ട് യഥാർത്ഥത്തിൽ അലൈൻ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിധി എന്ന് പറയുന്നത്, ഒരു മനുഷ്യന് വിധിക്ക് അടിപ്പെടുക എന്നൊക്കെ പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. വിധി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ നെഗറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല.
അതിനപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഹയർ സെൽഫിന് നമ്മളെക്കുറിച്ചൊരു വളരെ ബെറ്റർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. നമ്മുടെ സാധാരണ ബുദ്ധിക്ക് പെർസീവ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാൻ. ആ പ്ലാനിലേക്കുള്ള എത്തിച്ചേരൽ അല്ലെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഫ്രീക്വൻസിയാണ് വിധി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിധി എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിൽ വന്ന് ഭവിക്കുന്ന ഒരു കാര്യമല്ല. ഈ പറയുന്ന ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂണിങ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ആവശ്യമാണ്. എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വിധി അല്ലെങ്കിൽ ഡെസ്റ്റിനിയെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തെറ്റായിട്ടുള്ള ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ആ ഒരു ട്രാക്കിലൂടെ പോകുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഫ്രീക്വൻസിയിലേക്ക് ട്യൂണിൻ ചെയ്തുകൊണ്ട് ആ ഉന്നതമായിട്ടുള്ള ശക്തിയെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ആ ഉന്നതമായിട്ടുള്ള ശക്തിയുടെ കരം എപ്പോഴും നമ്മളെ സഹായിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തീർത്തത്. ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്കും കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് നമുക്ക് ഉള്ളിലേക്ക് ഇൻട്രോസ്പെക്ട് ചെയ്തുകൊണ്ടും മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം ചെയ്തുകൊണ്ടും ഒക്കെ കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ യാത്രയ്ക്ക് എല്ലാവിധ വിജയഭാവങ്ങളും നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.